സംസ്ഥാനത്ത് നല്ലൊരു പൊരിഞ്ഞ അടി നടക്കുകയാണിപ്പോൾ. മുൻമന്ത്രി KB ഗണേഷ് കുമാറും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും തമ്മിലാണ് ആ പോര്. ഇത്തിൽക്കണ്ണി, ഏകാധിപതി, അഴിമതിക്കാരൻ, സ്വജനപക്ഷപാതി. സുകുമാരൻ നായർക്ക് ഗണേഷ് കുമാർ നൽകാത്ത വിശേഷണമില്ല. ഇന്നലെ ആയിരുന്നു, ഏതാണ്ട് ഈ നേരം വൈകുന്നേരത്തിന്റെ സമയത്ത് തന്നെയായിരുന്നു ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗണേഷ് കുമാർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ന് സുകുമാരൻ നായർ ഇതിന് മറുപടിയുമായി എത്തി. മുഖ്യമന്ത്രി VD സതീശനെ വരെ വാക്കുകളിൽ ഒരു മയവും വരുത്താതെ വിമർശിക്കുന്ന സുകുമാരൻ നായർ പക്ഷേ ഇന്ന് ഗണേഷ് കുമാറിന് മറുപടി നൽകുമ്പോൾ വാക്കുകളിൽ അല്പം മിതത്വം പാലിച്ചിട്ടുണ്ട്. പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പരസ്യ വിഴുപ്പലക്കലിൽ എത്തി നിൽക്കുന്നത്. മന്നത്ത് ആചാര്യനും ശബരിമല അയ്യപ്പനും വേണ്ടി സമരം ചെയ്യുന്നത് അഭിമാനമാണ്. എന്നാൽ സുകുമാരൻ നായരെ പോലെയുള്ള ഇത്തിൽക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായാംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമുദായത്തിനും അതിന്റെ മന്നത്താചാര്യനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. NSS തലപ്പത്ത് മാറ്റം വരണമെന്ന സന്ദേശം ഗണേഷ് കുമാർ നൽകുമ്പോൾ അതിനെ സുകുമാരൻ നായർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇനി അറിയേണ്ടത്. NSSനെതിരെ രൂക്ഷ വിമർശനമാണ് മുൻമന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ ഉയർത്തിയത്. ഇങ്ങനെ ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ എന്ന് സമുദായം ചിന്തിക്കണം എന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത മഹാപ്രസ്ഥാനത്തിൽ ഇന്ന് ഏകാധിപത്യമാണ് നടക്കുന്നത്. തിരുവനന്തപുരം മന്നം ക്ലബിൽ വെച്ച് നടത്താനിരുന്ന നായർ സംരക്ഷണ സമിതിയുടെ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തക പ്രകാശനത്തിലെ വേദി മാറ്റേണ്ടി വന്നിരുന്നു. NSSുമായി നിലനിൽക്കുന്ന ഭിന്നതയ്ക്കിടെ ഗണേഷ് കുമാർ പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിക്ക് NSS വേദി അനുവദിക്കാതിരുന്നു എന്നതാണ് റിപ്പോർട്ട്. അവരുടെ വിശദീകരണം പക്ഷേ മറിച്ചൊന്നാണ്. പിന്നാലെ പ്രസ് ക്ലബിലായിരുന്നു ഈ പരിപാടി നടന്നത്. ആ ചടങ്ങിലായിരുന്നു ഗണേഷ് കുമാർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇന്നലെ സംഘടന ജില്ല ഇത്തിൽക്കണ്ണികളുടെ പിടിയിലാണെന്നും തുറന്നടിച്ചു. 64 വർഷമായി പിതാവ് R ബാലകൃഷ്ണപിള്ള NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നുവെന്നും ജീവിച്ചിരുന്ന കാലം മുഴുവൻ R ബാലകൃഷ്ണപിള്ളയെ അപമാനിച്ചുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികളെ സമൂഹം വെട്ടി ദൂരെ എറിയണം. ആജ്ഞാനുവർത്തിയും അവരുടെ ഇത്തിൽക്കണ്ണികളുമാണ് ഇന്ന് ദേവദാരുവിലുള്ളത്. മന്നത്താചാര്യന്റെ മരണാനന്തര ചടങ്ങുകളിൽ മകനെപ്പോലെ ചടങ്ങ് നടത്താൻ ഭാഗ്യം ലഭിച്ചയാളാണ് തന്റെ പിതാവ്. ഇത്തിൽക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായാംഗങ്ങൾ തെരുവിലിറങ്ങരുത്. മന്നത്താചാര്യന്റെ ആത്മാവിനത് ക്ഷമിക്കാനാകില്ല എന്നൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മന്നത്താചാര്യനും ശബരിമല അയ്യപ്പനും വേണ്ടി സമരം ചെയ്യുന്നത് അഭിമാനമാണ്. എന്നാൽ ഇത്തരം ഇത്തിൽക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായാംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് സമുദായത്തിനും അതിന്റെ മന്നത്താചാര്യനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നും ഗണേഷ് ചൂണ്ടിക്കാട്ടി. NSSൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി സ്വജനപക്ഷപാതമാണ് എന്നതാണ് ഇന്നലെ ഗണേഷ് കുമാർ വ്യക്തമാക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കുടുംബത്തിൽ നിന്ന് 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചെന്നും ആർക്കും ഇരിക്കാനാകുന്ന കസേരയല്ല NSS എന്നുമൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. കനകസിംഹാസനത്തിൽ ഏത് ശുനകനും ഇരിക്കാം എന്ന് തോന്നിപ്പിക്കരുത് എന്നും അദ്ദേഹം അധിക്ഷേപിച്ചിരുന്നു. താൻ NSSന്റെ തെരഞ്ഞെടുത്ത അംഗമാണെന്നും ഓടിളക്കി വന്നതല്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നല്ല ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലാണ്. പലരും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇമിറ്റേറ്റ് ചെയ്തൊക്കെ പല കാര്യങ്ങളും ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നതായിട്ടും ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയി. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. പോയി കണ്ട പിന്നെ തലയുറി പേനിൻ്റെ
പേനിൻ്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ ഇവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുകയാണ്. ഉദാഹരണമാണേ, കിണിങ് കിണിങ് ഒരു മണി അടിക്കും, ഉടനെ ആൾ വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? ഏഴ് മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ലയോ? എന്തായാലും താനൊരു നല്ല അഭിനേതാവാണ് എന്ന് കൂടി തെളിയിച്ചുകൊണ്ടാണ് ഇന്നലെ സുകുമാരൻ നായർക്കെതിരെയുള്ള വിമർശനങ്ങൾ ആ ചടങ്ങിൽ ഗണേഷ് കുമാർ നടത്തിയത്. അത് അഭിനയിച്ച് കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രീതിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് സുകുമാരൻ നായർക്കെതിരെ ഇന്നലെ ഗണേഷ് കുമാർ നടത്തിയത്. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വന്നു. എതിരാളികളെ കടന്നാക്രമിക്കുന്ന ശൈലിയാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർക്കുള്ളത്. എന്നാൽ ആ പതിവ് ശൈലി ഒഴിവാക്കിക്കൊണ്ട് ഗണേഷിന്റെ ആരോപണങ്ങളിൽ മയപ്പെടുത്തിയായിരുന്നു ഇന്ന് സുകുമാരൻ നായരുടെ മറുപടികൾ. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നും അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നുമായിരുന്നു പ്രതികരണം. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട ശേഷമാണ് ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങളെന്നും ജനാധിപത്യം ഇല്ലെന്ന് പറയുന്നവർക്ക് കേസ് കൊടുക്കാമെന്നും NSS ജനറൽ സെക്രട്ടറി പറയുകയാണ്. അയാളുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് താൻ പ്രതികരിക്കാനില്ല എന്ന് പറയുന്നു. ബന്ധു നിയമനങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് കേരളത്തിലുള്ള നായന്മാർ എല്ലാം തന്റെ ബന്ധുക്കളാണ് എന്നതാണ് G. സുകുമാരൻ നായർ മറുപടി നൽകിയത്. കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് മാത്രമാണ് NSSൽ നിയമനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗണേഷ് കുമാർ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിന്റെ അച്ഛനെ വരെ പറ്റി ആക്ഷേപം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണ് സുകുമാരൻ നായർ പറയുന്നത്. തന്നെ അനുകരിച്ച് കാണിച്ചത് കലാസാമർഥ്യമാണ് എന്നതും പറയുന്നു സുകുമാരൻ നായർ. കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ. ഇപ്പോൾ കുറേ കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇല്ല. അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മന്നം സമാധി എല്ലാവർക്കുമായി തുറക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കത്ത് നിന്ന് പെരുന്നയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞിരുന്നു. ഗണേഷിന്റെ ഈ പ്രസ്താവനയോടുള്ള പ്രതികരണം ഇതായിരുന്നു. വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചനടുത്താണ് പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എൻ്റെ കടമയാണ്. NSS പിടിച്ചെടുക്കാൻ മുൻപും പലരും ശ്രമിച്ചിട്ടുണ്ടെന്നും
സുകുമാരൻ നായർ പറയുന്നുണ്ട്. NSSനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുടെ വാലായാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നത് എന്നതാണ് സുകുമാരൻ നായർ ആരോപിക്കുന്നത്. ഇവരെ എല്ലാം സംഘടിപ്പിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടത്താമെന്ന് കരുതിയാൽ അത് നടക്കില്ല എന്നും ഗണേഷിനോട് സുകുമാരൻ നായർ പറയുന്നു. അങ്ങനെ ഒരു നീക്കത്തിന് വഴങ്ങുന്ന തരത്തിലുള്ള യാതൊരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്നതാണ് സുകുമാരൻ നായർ പറയുന്നത്. മന്നം സമാധിയിൽ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല എന്നും ഈശ്വര തുല്യമായി ആരാധിക്കുന്ന ക്ഷേത്ര തുല്യമായി ആരാധിക്കുന്ന സമാധി സ്ഥലത്ത് പട്ടിയെ കയറ്റാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞതെന്നുമാണ് സുകുമാരൻ നായരുടെ ആ കാര്യങ്ങളിലുള്ള വിശദീകരണം. മന്നം സമാധിയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചതാണ് പ്രധാന വിവാദത്തിന് തുടക്കം. സുരക്ഷാ പരിശോധനയ്ക്കായി ഡോഗ് സ്ക്വാഡിനെ സമാധി മണ്ഡപത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ അതിലെ നിലപാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതിയും NSS നേതൃത്വത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ മന്നം സമാധിയിൽ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല എന്നും വിമർശനം ഉന്നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നുമാണ് സുകുമാരൻ നായർ മറുപടി നൽകുന്നത്. ഇപ്പോൾ ഗണേഷിന്റെ വിഷയത്തിലും NSS പിടിച്ചടക്കാൻ നടക്കുന്നവരുടെ വാലാണ് ഗണേഷ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അധികാരം പിടിക്കാനുള്ള ഏറ്റുമുട്ടൽ ഇനി എങ്ങോട്ട് നീങ്ങും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ചാണ് ഈ വിഷയത്തിൽ എന്ന കാര്യം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോട് മയപ്പെട്ടാണ് ഇന്ന് സുകുമാരൻ നായർ പറയുന്നത്. ചില കാര്യങ്ങൾ പുറത്തുവിടാനുണ്ട് എന്നൊരു ഭീഷണി ഗണേഷ് കുമാർ ഇന്നലെ ഉയർത്തുമ്പോഴാണ് ഇന്ന് ഭയപ്പെട്ടുകൊണ്ടുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ മറുപടി. എങ്ങനെ ഇനി കരുക്കൾ നീക്കുന്നു എന്നതാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.